നമസ്കാരം. ഡെമോക്രാറ്റിക് ന്യൂസിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ വിഷു ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം നേടിയ ആ ഭാഗ്യവാനെ കണ്ടെത്തി. ആലപ്പുഴ പഴവീട് പ്ലാമ്പറമ്പിൽ വിശ്വംഭരനാണ് ആ ബമ്പർ ജേതാവ്. VC 490-987 എന്ന നമ്പറിലൂടെയാണ് വിശ്വംഭരനെ തേടി ഭാഗ്യമെത്തിയത്. ആലപ്പുഴയിലെ തൃക്കാർത്തിക എന്ന ഏജൻസിയിൽ നിന്നുമാണ് സമ്മാനാർഹമായ ടിക്കറ്റ് വിശ്വംഭരൻ എടുത്തത്. സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. എല്ലാ ബമ്പറുകളും എടുക്കാറുണ്ട്. ഒന്നിലേറെ ടിക്കറ്റ് എടുക്കുന്നതാണ് ശീലം. ഇത്തവണ തന്നെ ബമ്പർ സമ്മാനത്തിനു പുറമെ മറ്റൊരു ടിക്കറ്റിലൂടെ 5000 രൂപയും വിശ്വംഭരന് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. CRF വിമുക്ത ഭടനായ വിശ്വംഭരൻ ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്. ജോലിയിൽ നിന്നും വിരമിച്ചതിനു ശേഷം കുറച്ചുനാൾ എറണാകുളത്തെ ഒരു ബാങ്കിൽ സെക്യൂരിറ്റി ജോലിയും ചെയ്തിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ലോട്ടറി ഫലം നോക്കിയിരുന്നില്ല. ആലപ്പുഴയിലാണ് അടിച്ചതെന്ന വാർത്ത വന്നെങ്കിലും രാത്രിയോടെയാണ് ഫലം നോക്കുന്നത്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും കിടന്നുറങ്ങി. സമ്മാനത്തുക കൊണ്ട് എന്ത് ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടില്ല. വിവരമറിഞ്ഞ ആളുകൾ കൂട്ടമായി വീട്ടിലേക്ക് എത്തുമോ എന്ന് ഭയമുണ്ട്. ചിലപ്പോൾ നാടുവിടേണ്ടി വന്നേക്കാമെന്ന് വിശ്വംഭരൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. നേരത്തെയും സമ്മാനം അടിച്ചിട്ടുണ്ട്. 2-3 ലക്ഷം രൂപയെങ്കിലും ലോട്ടറിക്ക് വേണ്ടി ഇതുവരെ ചിലവാക്കിയിട്ടുണ്ടാകും. ലോട്ടറി വിറ്റ് മാത്രം മുന്നോട്ടു പോകുന്ന സാധാരണക്കാരായ ആളുകളുണ്ട്. അവരുടെ അടുത്തു നിന്നാണ് സ്ഥിരമായി ടിക്കറ്റ് എടുക്കാറുള്ളത്. അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ടിക്കറ്റ് തിരഞ്ഞെടുക്കുന്നതിന് യാതൊരു കണക്കുകൂട്ടലും ഒന്നുമില്ല. ഇഷ്ടപ്പെട്ട നമ്പർ നോക്കി അങ്ങ് എടുക്കും. ലോട്ടറി തുക കൊണ്ട് വീട് നന്നാക്കണമെന്നാണ് ആദ്യം തോന്നുന്നത്. അടുത്ത ബന്ധുക്കളായ ചിലർക്ക് വീട് വെച്ച് നൽകണമെന്നുണ്ട്. ആദ്യമായി വീട്ടുകാരോടാണ് ലോട്ടറി അടിച്ച വിവരം പറയുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ തന്നെ ഏജൻസിയിലെത്തി വിവരം പറഞ്ഞു. സമ്മാനത്തുക പാഴാക്കുകയൊന്നുമില്ല. എങ്ങനെയാണ് ചിലവാക്കേണ്ടതെന്ന കൃത്യമായ ബോധ്യമുണ്ട്. ബമ്പർ അടിച്ച സമയത്ത് മാത്രം 5000-ഓളം രൂപയുടെ ടിക്കറ്റുകൾ കയ്യിലുണ്ടായിരുന്നു. മാസത്തിൽ 500-ഓളം രൂപയുടെ ടിക്കറ്റുകൾ എടുക്കും. ഇത്തവണ 2 ബമ്പർ എടുത്തു. 2നും സമ്മാനമുണ്ട്. മരിക്കും വരെ ഇനി ആരുടെയും കാലു പിടിക്കാൻ പോകേണ്ടതില്ലല്ലോ. ദൈവം തന്നതല്ലേ. 12 കോടി എന്ന് പറയുമ്പോൾ ചിലർ ഉറങ്ങില്ല. ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് വരും. എന്നാൽ എനിക്ക് നല്ല ഉറക്കം കിട്ടിയെന്നും അദ്ദേഹം വീണ്ടും പറയുന്നു. ന്യൂസ് ഡെസ്ക്, ഡെമോക്രാറ്റിക് ന്യൂസ്.